നാട് വിട്ടു വന്നെങ്കിലും വാച്ചിലെ സമയം ഇപ്പോഴും നാട്ടിൽ തന്നെ. അപ്പോൾ ഹലോ ഗൈസ്, ഇന്ന് സൗദി അറേബ്യയിലെ 5ാമത്തെ ദിവസം. അങ്ങനെ മെഡിക്കൽ എടുക്കാനായിട്ട് ഞാൻ ഒരുങ്ങി പുറത്തേക്ക് ഇറങ്ങി. ഇനി അത് ഇവിടുന്ന് ബസ്സിന് തന്നെ പോകണം അടുത്തേക്ക്. ഞങ്ങളുടെ അയൽക്കാരൻ സൗദി ഇച്ചിരി റിച്ചാണ് ഗൈസ്. പുള്ളിയുടെ വണ്ടിയാണ് ഇതൊക്കെ. എന്നെപ്പോലെ നാട് വിട്ടു വന്ന വിഷമത്തിലാന്ന് തോന്നുന്നു പുള്ളി. അങ്ങനെ ഒരു ജോലി കിട്ടി ഇവിടുന്ന് മാറുന്നിടം വരെ ജുമാ നിസ്കരിക്കുന്ന പള്ളിയാണത്. അങ്ങനെ ബസ് വന്ന് ഞങ്ങൾ ബസ്സിലേക്ക് കയറി. ബസ്സിൽ കണ്ടക്ടർ ഇല്ലാത്തതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ചെക്കിങ്ങിന് ആൾ കയറാം. അങ്ങനെ സ്ഥലം എത്തി ബസ്സിൽ നിന്ന് ഇറങ്ങി. ഈ കാണുന്ന കടമുറിയൊക്കെ പഴയ കടമുറിയാണെന്ന് തോന്നുന്നു. ഇതാണ് ബെത്തെ എന്നുള്ള സ്ഥലം. ഇത് കണ്ടാൽ നമ്മുടെ എറണാകുളത്തെ ഒരു ബ്രോഡ്വേയുടെ ആ ഒരു ഫീലിംഗ് ആണ്. ഇവിടെ പ്രത്യേകം ബംഗാളി മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട്. അങ്ങനെ ഇവിടെയാണ് നമ്മൾ മെഡിക്കൽ എടുക്കാൻ വന്നിരുന്നത്. അങ്ങനെ അകത്തേക്ക് കയറി പാസ്പോർട്ടും ഫോട്ടോയും ഒക്കെ കൊടുത്തു. അതിനുശേഷം ചീട്ടെടുത്തു, നാട്ടിൽ പറയുന്ന പോലെ. അങ്ങനെ ഇനി ബ്ലഡും പിന്നെ എക്സ്റേ ഇത് രണ്ടും കൂടെ ചെയ്യാനുള്ളത്. ഇവിടെയാണ് ബ്ലഡ് എടുക്കുന്ന സ്ഥലം. ബ്ലഡ് എടുക്കുന്നത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. കാര്യം സൂചി ചെറിയൊരു ടെൻഷൻ ഉണ്ടാകും. അങ്ങനെ വലുതായിട്ട് വേദനിക്കാതെ തന്നെ പുള്ളി ബ്ലഡ് എടുത്തു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ചെന്ന് എക്സ്റേക്ക് കയറി 2 മിനിറ്റ് കൊണ്ട് എക്സ്റേയും കഴിഞ്ഞു. അങ്ങനെ മൊത്തത്തിൽ ഒരു 6-7 മിനിറ്റ് കൊണ്ട് പരിപാടിയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി. അങ്ങനെ ഒരു വെള്ളമൊക്കെ ആയി. പോകുന്ന വഴിക്കാണ് 450 റൂംസിന് S24 S25 അൾട്രയും കണ്ടത്. അങ്ങനെ അവിടെ നേരെ വന്ന് ഞങ്ങൾ നെസ്റ്റോയ്ക്ക് കയറി കുറച്ച് സാധനം വാങ്ങി. മീനൊക്കെ ഇരിക്കുന്നുണ്ട്. അതായത് ചെങ്കലയാണ് ഇരിക്കുന്ന സാധനം. അങ്ങനെ ഞങ്ങൾ സാധനമൊക്കെ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെയൊക്കെ ആണെങ്കിൽ ഓരോ ഹോൾസെയിലിൻ്റെ മാർക്കറ്റ് ഉണ്ട്. ഇവിടെ ഡ്രസ്സിൻ്റെ ആണ്, അതിനപ്പുറത്താണെങ്കിൽ വാച്ചിൻ്റെ ഉണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇതാണ് ഇവിടുത്തെ കുഴപ്പം. വൈകുന്നേരം ട്രാഫിക്കായ നല്ല ട്രാഫിക്കാണ്. ആ പോലീസ് വണ്ടി കണ്ട് പേടിച്ചാണ് ഈ പുള്ളി അങ്ങോട്ട് പോയിട്ട് വരുന്നത്. അങ്ങനെ അവിടുന്ന് ഒരു റിയാലും കപ്പലിൻ്റെയും വാങ്ങി ഞാൻ കുറച്ച് അവിടെ നിന്ന് കപ്പലിൻ്റെയും കുറച്ച് തിരിച്ച് ബസ് കയറി. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇതിനകത്ത് ചെക്കർ കയറിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ കാർഡും ചെക്ക് ചെയ്ത് അപ്പോൾ ഇന്ന് ഇത്ര ഉണ്ടായുള്ളൂ. ബാക്കി പിന്നെ ബൈ.